നമസ്കാരം. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ യാത്രാ വിമാനവും ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 18 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം കണ്ടെടുത്തു. അമേരിക്കൻ സർക്കാർ വൃത്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പോട്ടോമാക് നദിയിലേക്കാണ് വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചതിന് ശേഷം മറിഞ്ഞത്. ഏതാണ്ട് 7 അടിയോളം ആഴത്തിലാണ് വിമാനം വെള്ളത്തിൽ കിടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി വൻതോതിൽ മുങ്ങൽ വിദഗ്ധന്മാരെയും മറ്റും എത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ ശൈത്യകാലമായതുകൊണ്ട് തന്നെ നദിയിലെ വെള്ളവും തണുത്തുറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ജീവനോടെ ഈ വെള്ളത്തിൽ വീണെങ്കിൽ പോലും ഏതാണ്ട് 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ അവർക്ക് ഈ വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. വിമാനം ഹെലികോപ്റ്ററെ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് വലിയ തീഗോളമായി പതിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. വിമാനം രണ്ടായി പിളർന്നു മാറിയാണ് നദിയിലേക്ക് വീണത്. ഹെലികോപ്റ്റർ ആകട്ടെ മറിഞ്ഞു കിടക്കുകയാണ്. തലകീഴായിട്ടാണ് ഹെലികോപ്റ്റർ മറിഞ്ഞത്. ഹെലികോപ്റ്ററിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 3 അമേരിക്കൻ സൈനികരാണ് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. പരിശീലന പറക്കൽ നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെട്ടത് എന്നാണ് അവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വാഭാവികമായി ഏതെങ്കിലും പരിശീലനം നടത്തുന്ന പൈലറ്റ് ആയിരുന്നോ ഹെലികോപ്റ്റർ ആ നേരത്തെ നിയന്ത്രിച്ചിരുന്നത് എന്ന കാര്യവും ഇനി അങ്ങോട്ട് അന്വേഷിക്കേണ്ടി വരും. നേരത്തെ തന്നെ കൺട്രോൾ ടവറിൽ നിന്ന് ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു. ഇതിൽ വിമാനം വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് കൺട്രോൾ ടവറിൽ നിന്ന് ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിനോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ശബ്ദമാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഈ ഒരു ഓഡിയോ പിന്നീട് വൈറലായി മാറുകയായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കൺട്രോൾ ടവറിൽ നിന്ന് നിങ്ങൾ വിമാനം വരുന്നത് കാണുന്നില്ലേ എന്ന് ഹെലികോപ്റ്റർ പൈലറ്റിനോട് ചോദിച്ചതിന് പകരം ആ ഹെലികോപ്റ്ററിനോട് നിങ്ങൾ മാറിപ്പോകാൻ, സുരക്ഷിത ഭാഗത്തേക്ക് മാറിപ്പോകാൻ എന്തുകൊണ്ട് നിർദ്ദേശം നൽകിയില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചോദിക്കുന്നത്. അമേരിക്കൻ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധന്മാരാണ് ഇപ്പോൾ പോട്ടോമാക് നദിയിൽ തിരച്ചിൽ നടത്തുന്നത്. കൂടുതൽ പേർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത. ആരെങ്കിലും ജീവനോടെ ഉള്ളതായി ഇനിയും വിവരം ലഭിച്ചിട്ടുമില്ല. വിമാനവും ഹെലികോപ്റ്ററും ആകാശത്ത് വെച്ച് തന്നെയാണ് കൂട്ടിയിടിച്ചതെന്നാണ് ഇപ്പോൾ അമേരിക്കൻ വ്യോമയാന വൃത്തങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് വിമാനം രണ്ടായി പിളർന്ന് തീഗോളമായി പോട്ടോമാക് നദിയിലേക്ക് വീണത് എന്ന് വേണം കരുതാൻ. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് വിമാനത്തിൽ 64 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. നേരത്തെ 65 യാത്രക്കാരെന്നാണ് പറഞ്ഞിരുന്നത്. 60 യാത്രക്കാരും 4 വിമാന ജോലിക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. റീഗൻ നാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള വിമാന സർവീസുകളൊക്കെ തന്നെ ഇപ്പോൾ അപകടം പ്രമാണിച്ച് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വിമാനത്താവളത്തിലേക്ക് വരുന്ന മറ്റു വിമാനങ്ങളെയും അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു വിട്ടിരിക്കുകയാണ്. അമേരിക്കൻ സർക്കാർ അപകടത്തെക്കുറിച്ച് ഇനിയും ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. എങ്കിലും അപകടം സംബന്ധിച്ച കൂടുതൽ കൃത്യമായ വിവരങ്ങൾ, ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും അമേരിക്കൻ സർക്കാർ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ സാധ്യത എന്നാണ് കരുതപ്പെടുന്നത്. 2009 ശേഷം അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടമാണ് ഇപ്പോൾ നടന്നത് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്.